സുഹൃത്തുക്കളെ, നമുക്ക് തഞ്ചാവൂരിലെ വിശേഷങ്ങളെന്ന് അറിഞ്ഞാലോ. കോഴിക്കോട് നിന്നും തഞ്ചാവൂരിലേക്ക് നേരിട്ട് ട്രെയിൻ ഇല്ലാത്തതിനാൽ കോഴിക്കോട് നിന്ന് കോയമ്പത്തൂരേക്കും കോയമ്പത്തൂരിൽ നിന്ന് തഞ്ചാവൂരിലേക്കുമായിരുന്നു ട്രെയിൻ യാത്ര. രാവിലെ 6 മണിയോടുകൂടി തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുകയും സ്റ്റേഷനുള്ളിലെ IRCTC റിട്ടയറിംഗ് റൂം എടുക്കുകയും അവിടെ നിന്ന് ഫ്രഷ് ആയതിനു ശേഷം 10 രൂപ നൽകി ഷെയർ ടാക്സി പിടിച്ച് തഞ്ചാവൂർ ക്ഷേത്രത്തിലെത്തി. AD 1010 ചോള രാജവംശത്തിലെ പ്രശസ്തനായ രാജരാജ ചോളൻ ഒന്നാമനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. അതിനാൽ ഇതിനെ രാജരാജേശ്വരം എന്നും വിളിക്കുന്നു. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം അല്ലെങ്കിൽ പെരിയ കോവിൽ ഭാരതീയ വാസ്തുവിദ്യയുടെയും ചരിത്രത്തിൻ്റെയും ഒരു അത്ഭുതമാണ്. പരമശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പൂർണ്ണമായും ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ക്ഷേത്രമാണിത്. ഗോപുരത്തിന് മുകളിലിരിക്കുന്ന കല്ലിന് ഏകദേശം 80 ടൺ ഭാരമുണ്ട്. ഇത്രയും ഭാരമേറിയ ഒരു കല്ല് അക്കാലത്ത് എങ്ങനെ മുകളിലെത്തിച്ചു എന്നത് നിഗൂഢമായ രഹസ്യമാണ്. ക്ഷേത്രത്തിൻ്റെ മുൻപിലായി ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത കൂറ്റൻ നന്ദി പ്രതിമ ആരെയും ആകർഷിക്കുന്ന ഒന്നാണ്. 1987 യുനെസ്കോ ഈ ക്ഷേത്രത്തെ ലോക പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ചു. ഈ മഹാനിർമ്മിതി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഇത്രയേറെ സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരുന്നത് എന്ന്. ഒരു ദിവസം മൊത്തം തന്നെ വേണ്ടിവരും ഈ നിർമ്മിതി കണ്ടു തീർക്കാൻ. ഇതിൻ്റെ രാത്രിയിലുള്ള വ്യൂ അതിമനോഹരമാണ്. ദീപാലങ്കാരത്താൽ ഈ കൊത്തിവെച്ച ശില്പങ്ങൾ കാണാൻ എന്തു ഭംഗിയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ പ്രസാദമായി കണക്കാക്കുന്ന പുളിച്ചോറ്. ടേസ്റ്റ് കാരണം അത് ഒരു തവണ കൂടി വാങ്ങിക്കഴിച്ചു. അങ്ങനെ ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകൾ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ തൊട്ടടുത്തുള്ള കടയിൽ കുറേ ഡാൻസിങ് ബൊമ്മകളെ കണ്ടു. ചുവപ്പ്, പച്ച, നീല, മഞ്ഞ എന്നുവേണ്ട എല്ലാ കളറുകളിലുമുള്ള ഈ ഡാൻസിങ് ബൊമ്മകൾ തഞ്ചാവൂർ കലാകാരന്മാരുടെ ഒരു സൃഷ്ടി തന്നെയാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും പറ്റുമെങ്കിൽ ഈ അത്ഭുത സൃഷ്ടി കാണാൻ വരികയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും. താങ്ക് യു.